സത്യം പറയടാ, സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്തിയത് ആര് പറഞ്ഞിട്ടാ? ഞാൻ റിപ്പോർട്ട് തിരുത്തിയിട്ടില്ല സാർ. നീ സത്യം പറയാന്ന് പറയുന്നത് വരെ നിന്നെ ഞാൻ അടിക്കും. ഏത് മഹാനാടാ കൈക്കൂലി തന്ന് നിന്നെ കൊണ്ട് ആ റിപ്പോർട്ട് തിരുത്തിച്ചത്? പറയാം സാർ, പറയാ. ഞാൻ എല്ലാം പറയാം. മരിക്കണമെന്നുള്ള മോഹം നിനക്കില്ലെങ്കിൽ നീ സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. അത് വൈശാഖിന്റെ പേര് പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ഇയാൾ എന്നെ കൊല്ലും. സാർ പറയാം സാർ. ഇന്ദ്രജ മേഡത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കൈക്കൂലി തന്നിട്ടാണ് ഈ റിപ്പോർട്ട് നീ തിരുത്തിയെന്ന് ആരോടെങ്കിലും പറഞ്ഞ? പറയില്ല. പറഞ്ഞ അതെനിക്കും കുഴപ്പമല്ലേ? മറ്റൊരു കുഴപ്പമില്ല. പറഞ്ഞ നിന്നെ ഞാനങ്ങ് തട്ടിക്കളയും, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി സാർ. മാപ്പാക്കണം. ദൈവത്തിനാണ്, എൻ്റെ അമ്മയാണ് സത്യം. ആരും പറഞ്ഞിട്ടല്ല. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഓ ദൈവമേ, രക്ഷപ്പെട്ടു. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ, ചോദ്യം എഴുതിക്കൊണ്ട് വാ. ഞാൻ വായിച്ച് പഠിച്ച് ശരിയായ ഒരു ഉത്തരം തരാൻ ശ്രമിക്കാം. എന്റെ ചോദ്യത്തിന് എനിക്കിപ്പോ ഉത്തരം കിട്ടണം. അത് ശരി. നീ പോലീസിൽ ചേർന്ന വിവരം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പോലീസിലാണോ അതോ CBIയിലാണോ? എവിടെയാണെങ്കിലും ക്രിമിനൽ കുറ്റത്തിന് നീ നിന്നെ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. മതിയടി കളിയാക്കിയത്. നീ ചോദ്യം ചോദിക്കും മോളെ. എന്റെ ഡ്രസ്സ് നശിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഡ്രസ്സോ? ഏത് ഡ്രസ്സ്? എന്റെ നൈറ്റ് ഡ്രസ്സ്. ഓ, ആ ഡ്രസ്സ്. ആദ്യകാലത്ത് ഏതൻ തോട്ടത്തിൽ വെച്ച് ഹവ്വ മദാമ ഇട്ട ഡ്രസ്സ്. ആര്? ഹവ്വ. അലുവയും ജിലേബിയും ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. എന്റെ താരക പണിക്കരുടെ മരുമകളെ ഹവ്വേ. ആ കനി തിന്നരുതെന്ന് ദൈവം പറഞ്ഞപ്പോ ആ കനി ആദ്യം പറിച്ചു തിന്ന ആദ്യത്തെ പെണ്ണ്. അവരിട്ടിരുന്ന ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ് ചെമ്പകമംഗലത്തിന്റെ മുറ്റത്തെ ഒരഴയിൽ പതാക പോലെ കിടന്ന് പാറുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാ. അപ്പോ അതെടുത്ത് അതിലിട്ട് ചാണകപ്പൊടി ഉണക്കിയത് നീയല്ല? വെണ്ടയ്ക്കും വഴുതനങ്ങയ്ക്കും ഒക്കെ ചാണകപ്പൊടി വളം നല്ലതാ. നിന്റെ ഡ്രസ്സ് വളത്തിന് പറ്റിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിർത്തടി. നിന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് മൈഥിലി എന്നല്ല. നീ ഒന്ന് നിന്നേ. എന്റെ അമ്മയെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റാൻ നീ കളിച്ച ഡ്രാമയ്ക്ക് നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. നിന്റെ അമ്മയെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റാൻ ഞാൻ നാടകം കളിച്ചതിന്റെ വല്ല തെളിവുണ്ടോ? നിന്റെ ക്യാബറ ഡ്രസ്സിൽ ഞാനാണ് ചാണകം ഉണക്കി തന്നതിന് നിന്റെ വല്ല തെളിവുകളും ഉണ്ടോ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. അയ്യോ, എനിക്ക് നിന്നെ ശരിക്കും അറിയാവേ. മരഞ്ചാടി നടന്നൊരു കൊരങ്ങ് മൈഥിലി രൂപം പൂണ്ടു. ആ മരക്കൊരങ്ങല്ലേ നീ? കൈവിശി ഞാനും തന്നാലുണ്ടല്ലോ. എന്നെയോ? നീയോ? നിന്നോട് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ഞാൻ ലോകത്തറയായി മാറിയിരിക്കുക. എന്റെ കൾച്ചറൊക്കെ പോയിക്കോട്ടെ. എന്നാലും നിന്റെ കരണക്കുറ്റിക്ക് ഒരെണ്ണം തന്നില്ലെങ്കിൽ എനിക്ക് ഒരു സുഖവും. എന്താ മീനാക്ഷി ഇത്? ഇതോ, ഇത് മീൻചന്ത. ദേ, ഇവളെവിടെയുണ്ടോ അവിടെ മീൻചന്തേക്കാളും കഷ്ടോ. ഓ, എന്റെ പൊന്ന് കാർത്തിയേട്ടാ, നിങ്ങൾ എങ്ങനെ കണ്ടെത്തി ഇവളെ പണ്ട്? ഈ തീവണ്ടിക്ക് തലവെച്ച് നിങ്ങളെ സമ്മതിക്കണം. തല ചിതറാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ മീനാക്ഷി. ഇവള് എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കും. ഇങ്ങോട്ട് വാടി നീ. മീനാക്ഷി, നമ്മുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ കാർത്തിയേട്ടാ? അവള് നമ്മളെ വെല്ലുവിളിക്കുന്നു. ഇവളെ ഓടിച്ച് മടക്കില്ലെങ്കിലേ ഇത് നമുക്ക് ആപത്താ. മീനാക്ഷി, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വാ ഇങ്ങോട്ട്. നിന്നും
ഇവളുടെ കണ്ണീരും ചോരയും കാണാതെ ഞാൻ ഈ ചെമ്പകമംഗലത്ത് നിന്ന് പോവില്ല. എന്റെ മീനാക്ഷി, താനൊന്ന് സമാധാനപ്പെട്. അവളോട് വഴക്കിന് പോയാലേ അത് ബാധിക്കുന്നത് തന്നെ കൂടിയായിരിക്കും. അവളുടെ നിലവാരത്തിലേക്ക് താൻ ഇറങ്ങി ചെല്ലേണ്ടി വരും. നമ്മളെല്ലാരെയും തീ തീറ്റിച്ച നാടകത്തിൽ അവൾക്കും പങ്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ അവളോട് മിണ്ടാതിരിക്കണോ? അവൾക്ക് പങ്കുണ്ടെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ഒരു തെളിവും കയ്യിലില്ലാതെ താൻ വെറുതെ അവളുടെ അടുത്ത് വഴക്കിന് പോകരുത്. തെറ്റ് ചെയ്തവരെന്തായാലും പിടിക്കപ്പെടും. താൻ ഇതൊക്കെ അകത്തേക്ക് എടുക്കാൻ തുടങ്ങിയാലേ തന്റെ മനസമാധാനമേ പോവുകയുള്ളൂ. താനൊന്ന് മനസ്സിനെ ശാന്തമാക്ക്. എല്ലാം നമുക്ക് പരിഹരിക്കാന്നേ. എനിക്കൊരു മനസമാധാനവും ഇല്ല കാർത്തിയേട്ടാ. ഏത് നിമിഷവും ഈ കുടുംബത്തിന്റെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക അവള്. എന്നോട് അവക്ക് എന്തുമാത്രം പകയുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മനസ്സിൽ ഇത്രയും ദുഷിപ്പമായ ഒരാള് കഴിവിനെ പോലെ ചുറ്റി നടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസമാധാനം ഉണ്ടാവാനാ? ഇതൊന്നും കാർത്തിയേട്ടന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ആകെ വട്ട് പിടിക്കുക. മീനാക്ഷി എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലെന്നോ? ഈ 21 ദിവസത്തെ ചടങ്ങും മറ്റും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാരോടും. അതുപോലെ നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇതിനൊക്കെ നിന്ന് തന്നത്. എന്നിട്ട് താനിപ്പോ ഇങ്ങനെ സംസാരിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ അവളി കാണിച്ചു കൂട്ടുന്നതിനൊക്കെയുള്ള എന്റെ റിയാക്ഷൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എനിക്ക് പേടിയാ. അവൾ എന്തിനും മടിക്കില്ല. നമ്മളെ രണ്ടുപേരെ അകറ്റാൻ അവൾ എന്ത് നെറുകെട്ട പണിയും ചെയ്തു എന്ന് വരാം. അങ്ങനെ ആരെങ്കിലും വിചാരിച്ച തകരുന്ന ബന്ധമാണോ ഇത്? അവൾ ഓരോ തന്ത്രങ്ങളുമായിട്ട് വരട്ടെ. ഒന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നിന്റെ ഭർത്താവായിട്ട്. ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും സംഭവിക്കും. പക്ഷേ എന്ത് പ്രശ്നവും നമ്മൾ ഒരുമിച്ച് നേരിടും. അത് ഈ കാർത്തിക് തനിക്ക് തരുന്ന വാക്ക. അതെനിക്കറിയാം കാർത്തിയേട്ടാ. ഓഹോ, തനിക്കതൊക്കെ അറിയാല്ലേ? അറിയാം, എനിക്കറിയാം. പക്ഷേ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടാ. ആഹാ, ആണോ? ആഹാ, നീ ഇവിടെ പല്ലു ഇറിമിക്കൊണ്ട് ഇങ്ങനെ നിന്നു. അവര് തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുക. എത്ര ദൃഢമായാലും ഈ ബന്ധം ഞാൻ തകർത്തിരിക്കും. അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. ഇനിയിപ്പോ എന്ത് ചെയ്യണം നിന്റെ പ്ലാൻ? ഒന്നും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വ്യക്തമായ പദ്ധതികളുണ്ട്. ഞാനത് നടപ്പാക്കുകയും ചെയ്തിരിക്കും. എന്ത് പദ്ധതി? അതൊക്കെ ഉണ്ട് കുഞ്ഞമ്മായി, ഞാൻ പറയാം. വാ. ആർക്കാ ജയേട്ട ഇത്ര കഷ്ടപ്പെട്ട് എന്നെ ഒരു മാറാരോഗ്യാക്കാൻ തിടുക്കം?
നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ ദേവി. പക്ഷേ തെളിവുകളില്ലാത്ത സ്ഥിതിക്ക് പരസ്യമായി നമുക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ. അത് സത്യം. ജയിച്ചേ തീരൂ എന്നുള്ള വാശിയൊന്നും എനിക്കില്ല. പക്ഷേ തോൽപ്പിച്ചേ തീരുമെന്ന് വാശി പിടിക്കുന്നവരുടെ മുന്നിൽ തീർച്ചയായിട്ടും ജയിക്കണം. എന്നെ വേദനിപ്പിച്ച പലരോടും എനിക്ക് പകയോ പ്രതികാരവും ഇല്ല. കാരണം ഞാനും കുറേയൊക്കെ തെറ്റുകൾ ചെയ്തവനാ. പക്ഷേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ ദേവിയോട് ഈ ക്രൂരത ചെയ്തവരാരായാലും വിടില്ല. അവരെ ഞാൻ വെറുതെ വിടില്ല. പോട്ടെ ചേട്ടാ, ഓടുന്നവനും ഓടിക്കുന്നവനും ഓട്ടം തുല്യമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവന് ദൈവം തന്നെ അതിന്റെ കൂലി കൊടുക്കും. വിട്ടേക്ക്. എത്ര വേദനകൾ അനുഭവിച്ചു ദേവി ഞാനും. ദേവിയല്ല കരഞ്ഞത് ഞങ്ങളാ. എന്റെ ദേവിക്ക് ക്യാൻസർ ആണെന്നാ സ്കാൻ റിപ്പോർട്ട്. ചെമ്പകമംഗലത്ത് 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും തകർന്നു പോയില്ലേ? എന്റെ കൂടെ കൂടുമ്പോ ദേവിക്ക് കഷ്ടകാലവും കണ്ണീരുവാ. പണ്ടും ഇപ്പോഴും ശാന്തമായ അവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് വരെ ഞാൻ ഓർത്തുപോയി. ചേട്ടാ, ദേവിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്കെന്റെ ദേവിയോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ജീവനാ എനിക്ക് നിന്നെ. ചേട്ടൻ എന്നോടുള്ള സ്നേഹത്തെ പറ്റി ചേട്ടൻ ഇനിയൊന്നും പറയണമെന്നില്ല. അതെനിക്കറിയാം. എന്റെ പിടിപ്പുകേടുകൊണ്ട് ചേട്ടൻ മാധുരി വിരിച്ച വലയിൽ വീണത്. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് നമ്മൾ മീനാക്ഷിയിലൂടെ തിരിച്ചറിഞ്ഞില്ലേ? ദേവി, ദൈവം നമ്മൾ അങ്ങനെ കരയിപ്പിക്കില്ല ചേട്ടാ. കാരണം നമ്മൾ അത്രയേറെ കരഞ്ഞു തീർത്തില്ലേ? ഇനി എന്റെ ദേവി ഞാനും കരയില്ല. നമ്മൾ സ്നേഹിച്ച് ജീവിക്കും. ദേവി എനിക്കെന്റെ ഭാര്യ മാത്രമല്ല, എന്റെ എല്ലാമാണ്. എല്ലാം. ഇവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവം നമ്മളെ കാത്തുകൊള്ളും.
ഛേ, ഈ മീനാക്ഷി എന്താ വരാത്തത്? സ്വസ്ഥമായിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. കാർത്തിയേട്ടാ, ഉം? ആ, ഞാൻ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഇത്ര ടെൻഷനോടെ കാത്തിരിക്കാൻ ഞാൻ അങ്ങ് അമേരിക്കയിലൊന്നും അല്ലായിരുന്നല്ലോ. താഴെ കിച്ചണിലായിരുന്നു. നീ എന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്നല്ലേ എന്റെ മോഹം. അങ്ങനെ 24 hours ഒട്ടി ഒട്ടി ഇരുന്നാ അവനവന്റെ ജോലി ഒന്നും ചെയ്യണ്ടേ? ദാ കോഫി കുടിക്കും. ഏയ്, ഏയ്, പോലെ നിന്നെ. അങ്ങനെ വെറുതെ കളയാൻ എനിക്ക് സമയമില്ല. ആ, കുഞ്ഞിനെ ഞാൻ അമ്മയുടെ മുറിയിലാക്കിയിട്ടാ വന്നിരിക്കുന്നെ. ഇവിടെ നിൽക്കാൻ. ഇതെന്താ കാർത്തിയേട്ടാ ഇത്? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞ് പോവാം. ഭയങ്കര തലവേദന. എന്തോ എങ്ങനെ? അപ്പം ഭയങ്കര തലവേദനയാണെന്ന്. ഇതുടായ്പ. ഒരു വിധപ്പെട്ട തലവേദനയൊക്കെ ഇത് കൊണ്ടങ്ങ് മാറിക്കോളും. ആ തലവേദന ഒരു സുന്ദര തലവേദനയായിട്ട് മാറുക. കാർത്തിയേട്ടാ, ഇത് പാതിരാത്രിയല്ല, പട്ടാ പകലാ. എന്ത് ചെയ്യാം? എന്റെ പാതിരാത്രികളിൽ ഈ മുറിക്കകത്ത് വേറൊരു പിശാചല്ലേ. അവളെ പേടിച്ച് ഉറക്കമേ വരുന്നില്ല. AC ഓഫ് ചെയ്ത് ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് കിടക്കുന്നതുകൊണ്ട് കൊതുകിന്റെ ശല്യം വേറെയും. ഒരു പിശാചും കുറെ കൊതുകളും. അങ്ങനെ ഞാനൊരു ചിത്രം വരയ്ക്കാം. ആ, ഇപ്പൊ ചിത്രമൊന്നും വരയ്ക്കണ്ട. എന്റെ മീനാക്ഷി എന്നോട് ചേർന്ന് ദേ ഇങ്ങനെ നിന്നാ മതി. ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് എന്തൊരു മാജിക് അല്ലേ? അത് പറ്റില്ല. രാധാകൃഷ്ണൻ ടെക്സ്റ്റൈൽസിൽ തന്നെ ഉണ്ടാവണം. കാരണം ഞാൻ നാളെ അങ്ങോട്ട് വരൂ. അത് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് നോക്കിയാൽ പോരെ? ശരി രാധാകൃഷ്ണ, ഓക്കെ, ബൈ. സാറേ, എന്താ മായമ്മേ? കൊടുത്തു സാറേ. അതില് ബാക്കിയുണ്ട്. 5000 ആയുള്ളൂ സാർ. ബാക്കി ഇതിലുണ്ട്. വേണ്ട, അത് മായമ്മയുടെ കയ്യിൽ ഇരിക്കട്ടെ. കുട്ടിയുള്ളതല്ലേ, എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാലോ. മായമ്മേ, വല്യമ്മാവനും ഈ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇവരെ ഞാൻ കണ്ടല്ലോ. മനുഷ്യരിൽ പലർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ സഹായം ചോദിക്കും. സന്മനസ്സുള്ളവരത് കൊടുക്കും. മായമ്മ എന്നോട് സഹായം ചോദിച്ചിട്ട് ഞാൻ തന്നതല്ല, ഞാൻ അറിഞ്ഞു തന്നതാ മായമ്മയ്ക്ക്. മായമ്മയുടെ കയ്യിലിരിക്കട്ടെ. ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറു കൈ അറിയരുതെന്നാ പ്രമാണം. അതുകൊണ്ട് ഞാൻ സഹായം ചെയ്ത കാര്യം മായമ്മ ആരോടും പറയണ്ട. ഇല്ല സാർ. ആവശ്യമായി വന്നാൽ ഇനിയും ചോദിക്കാം. ഒരു വിഷമവും വിചാരിക്കണ്ട. നന്ദിയുണ്ട് സാർ. എന്താ വല്യമ്മാവ, എന്താ അവര് പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. അവർക്കൊരു ഉപകാരം ചെയ്തിട്ട് അത് വിളിച്ചു പറയുന്നത് ശരിയാണോ? നമ്മുടെ വീട്ടിലെ സെർവൻ്റ് അല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? ഓ, വല്യമ്മാവൻ എന്നോടെന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ.